ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് 6th മൊഡ്യൂള്, അതായത് ചാപ്റ്റർ 8, അതിൽ ഫസ്റ്റ് സെക്ഷൻ BCH കോഡ്സ്, അതിൻ്റെ ഫസ്റ്റ് സബ് സെക്ഷൻസ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് BCH കോഡ്സ്? ഹാമിംഗ് കോഡ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഹാമിംഗ് കോഡ്സ് സിംഗിൾ എറർ കറക്റ്റിംഗ് കോഡ്സ് ആയിരുന്നു. ഇത് BCH കോഡ്സ് ഹാമിംഗ് കോഡ്സിൻ്റെ ഒരു ജനറലൈസേഷൻ ആണ്. മൾട്ടിപ്പിൾ എറർ കറക്റ്റിംഗ് കോഡ്സ് ആണിത്. ഓക്കെ, മൾട്ടിപ്പിൾ എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സബ് സെക്ഷനിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തത്, രണ്ട് പോളിനോമിയൽസിൻ്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം രണ്ട് F1 ഓഫ് എക്സ് F2 ഓഫ് എക്സിൻ്റെ LCM എന്ന് പറയുന്നത് F1 ഓഫ് എക്സിൻ്റെയും F2 ഓഫ് എക്സിൻ്റെയും കോമൺ മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെയുള്ള കോമൺ മൾട്ടിപ്പിൾസിൽ വെച്ച് ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് LCM ഓഫ് F1 ഓഫ് എക്സ് ആൻഡ് F2 ഓഫ് എക്സ്. അപ്പോൾ ഈ ഡെഫിനിഷൻ രണ്ടിൽ കൂടുതൽ പോളിനോമിയൽസിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇനി ഒരു പ്രാക്ടിക്കൽ മെത്തേഡാണ് LCM കണ്ടുപിടിക്കാനുള്ള. അതായത് ഓരോ FIസിൻ്റെയും മോണിക് ഇറെഡ്യൂസിബിൾ ഫാക്ടേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് LCM കണ്ടുപിടിക്കേണ്ട മെത്തേഡാണ്, LCM കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾ 8.1.2. ഇവിടെ 3 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, F1, F2, F3. ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നിങ്ങൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ 3 പോളിനോമിയൽസിനും വരുന്നതെന്ന് നോക്കുക. ഇപ്പം 1+x എന്നുള്ള ഫാക്ടർ F1-നുണ്ട്, F2-നുണ്ട്, F3-ക്ക് ഇല്ല. സോ അപ്പം F3-ക്ക് നമുക്ക് 1+xൻ്റെ എക്സ്പോണൻറ്റ് 0 ആണെന്ന് പറയാം. ഓക്കെ, ഇനി F2-ൽ 1+xൻ്റെ എക്സ്പോണൻറ്റ് 1 ആണ്, F1-ൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ എക്സ്പോണൻസിൽ പറ്റിയ ഏറ്റവും മാക്സിമം ഏതാണ്? 2 അല്ലേ? സോ അപ്പം 1+x ദ ഹോൾ സ്ക്വയർ, മാക്സിമം ഏതാണോ എക്സ്പൊണൻറ്റ് അത് വേണം LCMത്തിൽ എഴുതാൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ഫാക്ടർ എക്സ് പക്ഷേ F1-ൽ വരുന്നില്ല, F2-ൽ വരുന്നില്ല, F3-ൽ മാത്രമേ വരുന്നുള്ളൂ. F1-ലും F2-ലും വരാത്തതുകൊണ്ട് എക്സിനെ നമുക്ക് x⁻0 എന്ന് എഴുതാം അല്ലേ? ആക്ച്വലി ഇതിനെ നമുക്ക് x⁻0 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പം F1-ലും F2-ലും എക്സിൻ്റെ പവർ 0 ആണ്, എക്സ്പോണൻറ്റ് 0 ആണ്. F3-ൽ 2 ആണ്. സോ അപ്പോൾ മാക്സിമം എക്സ്പോണൻസിൽ വെച്ച് മാക്സിമം എന്ന് പറയുന്നത് 2 ആണ്. സോ x² നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇതുപോലെ അടുത്ത ഫാക്ടേഴ്സ്, ഇതിൻ്റെ മാക്സിമം എക്സ്പോണൻറ്റ് 2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഫാക്ടർ, ഇതിൻ്റെയും എക്സ്പോണൻറ്റ് 3 ആണ് മാക്സിമം വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റാണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ലെമ്മ, സിമ്പിളായിട്ടുള്ള ഒരു ലെമ്മ ആണ്. അതായത് F ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ കുറേ FI ഓഫ് എക്സുകൾ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് F ഓഫ് എക്സിൻ്റെ ഫാക്ടേഴ്സ് ആണ് ഈ FIകളും, F1 ഓഫ് എക്സ്, F2 ഓഫ് എക്സ്, എക്സെട്ര FT ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ F ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് LCM ഓഫ് F1 ഓഫ് എക്സ്, എക്സെട്ര FT ഓഫ് എക്സ്. ഓക്കെ, അതായത് FIകൾ കൊണ്ട് Fനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ LCM വെച്ചും Fനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറം. ഇത് നമ്മൾ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്ത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി LCMത്തിനെ നമ്മൾ G ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്ത് F ഓഫ് എക്സിനെ G ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ അപ്പോൾ കിട്ടുന്ന കോഷ്യന്റിനെ Q ഓഫ് എക്സ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു, റിമൈൻഡറിനെ R ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. സോ അപ്പം റിമൈൻഡർ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഡിഗ്രി ഓഫ് R ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് G ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം ഇംപ്ലൈസ് R of x not equal to G of x എന്ന് പറയാം അല്ലേ. R of x G of x ആവാൻ പറ്റില്ല.
ഇനി ഇക്വേഷൻ 1-ൽ നിന്നും നമുക്ക് ആർ ഓഫ് എക്സിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഹൈപ്പോതെസിസിൽ തന്നിട്ടുണ്ട് ഓരോ എഫ് ഐകളും എഫിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ എഫ് ഐകളും എൽ സി എത്തിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. കാരണം എൽ സി എം എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ അല്ലേ. അപ്പം ഓരോ എഫ് ഐകളും ഈ എൽ സി എം ഓഫ് എഫ് ഐസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എൽ സി എത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ജി ഓഫ് എക്സ് എന്നല്ലേ. അപ്പോൾ ഓരോ എഫ് ഐകളും ജി എ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എഫ് ഐകൾ എഫിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ജി എയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ജി എ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെയും ഡിവൈഡ് ചെയ്യും. സോ അവരുടെ ഡിഫറൻസിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഐ ഓഫ് എക്സുകൾ ആരെ ഡിവൈഡ് ചെയ്യും? ആർ ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് മീൻസ് ആർ ഓഫ് എക്സ് ഒരു കോമൺ മൾട്ടിപ്പിൾ അല്ലേ, എഫ് ഐകളുടെ ഒരു കോമൺ മൾട്ടിപ്പിൾ അല്ലേ. പക്ഷെ കോമൺ മൾട്ടിപ്പിൾസിൽ വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രി ആർക്കാണ്? നമ്മുടെ എൽ സി എം, അതായത് ജി ഓഫ് എക്സിനാണ് അല്ലേ. പക്ഷെ അപ്പം നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ജി ഓഫ് എക്സിന്റെ ഡിഗ്രിയേക്കാൾ കുറവാണ് ആർ ഓഫ് എക്സിന്റെ ഡിഗ്രി. അപ്പോൾ പിന്നെ ഒരേ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ, ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ആർ ഓഫ് എക്സ് 0 ആണെങ്കിൽ ഇക്വേഷൻ 1-നകത്ത് ആർ ഓഫ് എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടും. ദാറ്റ് മീൻസ് ജി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് ഓർ എൽ സി എം ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ് അല്ലേ. ഇനി അടുത്തൊരു എക്സാമ്പിളും നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അതായത് F1, F2, F3 തന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ലെമ്മയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. F1, F2, F3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ എൽ സി എം, സപ്പോസ് എഫ് ഓഫ് എക്സിന്റെ ഫാക്ടേഴ്സ് ആണ് ഈ F1ഉം F2ഉം F3. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് വേറൊരു ഫാക്ടർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവരുടെ എൽ സി എം എന്ന് പറയുന്നതും എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നമ്മുടെ BCH കോഡ്സിന്റെ ഡെഫിനിഷന് മുമ്പായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതായത് BCH കോഡ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സാമ്പിൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫിക്സ് എ പ്രിമിറ്റീവ് എലമെന്റ് ആൽഫ ഓഫ് ക്യൂ റൈസ് ടു എം. അപ്പോൾ ആദ്യം തന്നെ പ്രിമിറ്റീവ് എലമെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ഒന്ന് റീകോൾ ചെയ്യുക. ചാപ്റ്റർ 3-ൽ സെക്ഷൻ 3.3 ചാപ്റ്റർ 3-ൽ സെക്ഷൻ 3-ൽ പ്രിമിറ്റീവ് എലമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതൊന്ന് നോക്കുക. അതായത് പ്രിമിറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്: ഒരു ഫീൽഡിലെ എല്ലാ നോൺ സീറോ എലമെന്റ്സിനെയും ആ പ്രിമിറ്റീവ് എലമെന്റ് ആൽഫ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആൽഫയുടെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഫീൽഡിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഫീൽഡിനെ നോൺ സീറോ എലമെന്റ്സിനെയാണ് ആൽഫയുടെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഫീൽഡിനകത്ത് 0 ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി നോൺ സീറോ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ എലമെന്റ്സ് ക്യൂ റൈസ് ടു എം ആണ്. സോ അപ്പോൾ നോൺ സീറോ എലമെന്റ്സ് ക്യൂ റൈസ് ടു M -1 ആണ് അല്ലേ. സോ അപ്പം ഏറ്റവും ലാസ്റ്റത്തെ എലമെന്റ് എന്ന് പറയുന്നത് ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു M -1. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? 1-നോട് ഈക്വൽ ആയിരിക്കണം. എന്നാലേ ഉള്ളൂ നമ്മൾ അടുത്ത ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു M എടുക്കുമ്പോൾ ഇത് 1 ആണെങ്കിൽ ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു M -1 + 1 എന്ന് എഴുതാം അല്ലേ. ഇനി ഈ ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു M -1 എന്ന് പറയും ഇൻറ്റു ആൽഫ റൈസ് ടു 1 പവേഴ്സിനെ ആഡ് ചെയ്തിരിക്കുന്നതല്ലേ. സോ ഇതെന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് ആൽഫ. അപ്പോൾ അതാ നോക്കി, ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു M എന്ന് പറയുന്നത് എഗെയിൻ വീണ്ടും ആൽഫ തന്നെ കിട്ടി. അങ്ങനെ നമുക്ക് വരണം. അല്ലെങ്കിൽ ആ ഫീൽഡിൽ ക്യൂ റൈസ് ടു എമ്മിനേക്കാൾ കൂടുതൽ എലമെന്റ്സ് വരും. ആ ഫീൽഡിൽ ടോട്ടൽ ക്യൂ റൈസ് ടു M എലമെന്റ്സ് എല്ലാം വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ആൽഫ റൈസ് ടു ക്യൂ റൈസ് ടു M എന്ന് പറയുന്നത് ക്യൂ റൈസ് ടു M -1 എന്നുള്ളത് 1-നോട് ഈക്വൽ ആവണം. സോ ഇതാണ് പ്രിമിറ്റീവ് എലമെന്റിന്റെ ബേസിക് കോൺസെപ്റ്റ്. അടുത്തൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്. ആൽഫ റൈസ് ടു ഐയുടെ മിനിമൽ പോളിനോമിയൽ, അതിനെ നമ്മൾ MI of X എന്ന് ഡിനോട്ട് ചെയ്തു.
MI(x). അപ്പൊ എന്താണ് മിനിമൽ പോളിനോമിയൽ? ഓക്കെ, ഫോർ എക്സാമ്പിൾ അതിന്റെ ഡെഫിനിഷനാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു എലമെന്റ് ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആൽഫ റൂട്ടായിട്ട് വരുന്ന മോണിക് ഇറെഡ്യൂസിബിൾ നോൺ സീറോ പോളിനോമിയൽ ഓഫ് ലീസ്റ്റ് ഡിഗ്രി. അപ്പം എന്തൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ ആൽഫ റൂട്ടായിട്ട് വരുന്ന ആ പോളിനോമിയലിന്റെ. രണ്ടാമത്തെ കണ്ടീഷൻ അത് നോൺ സീറോ ആവണം. മൂന്നാമത്തെ കണ്ടീഷൻ മോണിക് ആവണം. നാലാമത്തെ കണ്ടീഷൻ ഇറെഡ്യൂസിബിൾ ആവണം. അഞ്ചാമത്തെ കണ്ടീഷൻ ലീസ്റ്റ് ഡിഗ്രി. അങ്ങനെയുള്ള പോളിനോമിയൽസിൽ വെച്ച് ഏറ്റവും ലീസ്റ്റ് കുറഞ്ഞ ഡിഗ്രി ഉള്ള പോളിനോമിയൽ ആയിരിക്കണം മിനിമൽ പോളിനോമിയൽ ഓഫ് ആൽഫ. ഓക്കെ, അപ്പൊ ഇതാണ് മിനിമൽ പോളിനോമിയലിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്കൊരു തിയറം ഉണ്ട്, പക്ഷെ അത് നമുക്ക് സിലബസിൽ അതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല. നമുക്ക് ഇവിടെ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്താണ് ഈ തിയറം പറയുന്നത്? ആൽഫ f(q)(m)ന്റെ ഒരു പ്രിമിറ്റീവ് എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ റേസ് ടു ഐയുടെ മിനിമൽ പോളിനോമിയലിന്റെ നൊട്ടേഷൻ ആണ് MI(x). അതായത് ഈക്വൽ ടു, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഈക്വൽ ടു സം പ്രോഡക്റ്റ് ഓവർ j belongs to Ci x minus alpha raised to j, where Ci is the unique cyclotomic coset of Q modulo Q raised to m-1 containing I. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സൈക്ലോട്ടോമിക് കോസെറ്റ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. Ci ഫോർ എക്സാമ്പിൾ ഇപ്പം Q എന്ന് പറയുന്നത് ബൈനറിയുടെ കേസ് ആണെങ്കിൽ 2 ആണെന്ന് വിചാരിക്കാം. ബൈനറിയുടെ കേസിൽ Q2 ആണല്ലോ. ഇനി Q raised to m-1, ഇപ്പൊ m എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് m is equal to some 3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ Q raised to m-1 എന്ന് പറയുന്നത് എന്താവും? 2 raised to 3 minus 1, അതായത് 7 ആവും. ഓക്കെ, അപ്പൊ എന്താണ് സൈക്ലോട്ടോമിക് കോസെറ്റ് ഓഫ് Q equal to 2 മോഡുലോ Q raised to m-1 equal to 7, മോഡുലോ 7 എന്താണെന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം നമ്മൾ സൈക്ലോട്ടോമിക് കോസെറ്റ് കണ്ടെയ്നിങ് 1 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ C1 എന്ന് ഡിനോട്ട് ചെയ്യും. 1 കണ്ടെയ്ൻ ചെയ്യുന്ന സൈക്ലോട്ടോമിക് കോസെറ്റ്, അതാണ് C1. ഓക്കെ, C1 ഇതെന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് അല്ലേ, അപ്പം 1നെ ആദ്യം എഴുതുക. ഇനി അടുത്ത എലമെന്റ് കിട്ടാൻ ഈ 1ന്റെ കൂടെ 2നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതെത്ര? 2 തന്നെ അല്ലേ. ഇനി അടുത്ത എലമെന്റ് കിട്ടാൻ ഈ 2 എന്ന് പറയുന്നത് Q ആണ്. Qന്റെ വാല്യൂ ആണ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്. അടുത്ത എലമെന്റ് കിട്ടാൻ ഈ 2ന്റെ കൂടെ വീണ്ടും Q, അതായത് 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, അടുത്ത എലമെന്റ് കിട്ടാൻ ഈ 4ന്റെ കൂടെ വീണ്ടും നമ്മുടെ ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 8 ആണ്. 8 എന്ന് പറയുന്നത് പക്ഷേ മോഡുലോ 7 എടുക്കുമ്പോൾ കോൺഗ്രുവന്റ് 1 മോഡുലോ 7 ആണ് അല്ലെ. ഈ 1 എന്ന് പറയുന്നത് എഗെയിൻ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയ ഒരാളല്ലേ, അപ്പൊ പിന്നെ ഇത് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ സൈക്ലോട്ടോമിക് കോസെറ്റ് കണ്ടെയ്നിങ് 1 എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് 1 ഉണ്ട്. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കിട്ടും. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 കിട്ടും. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 1 ആണ്. അതായത് മോഡുലോ 7 ആണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ട്. സോ അപ്പോൾ ഇവിടെ വെച്ച് തീർന്നു. ഇതാണ് സൈക്ലോട്ടോമിക് കോസെറ്റ് ഓഫ് 2 മോഡുലോ 7 കണ്ടെയ്നിങ് 1 എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമൽ പോളിനോമിയൽ C1 നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് മിനിമൽ പോളിനോമിയൽ ഓഫ് ആൽഫ റൈസ് ടു 1 m1 ഓഫ് x എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആൽഫ റൈസ് ടു 1ന്റെ, അതായത് ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ ആണ് m1 ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് ഓവർ j belongs to Ci, അതായത് C1ലുള്ള നമ്പേഴ്സ് ആരൊക്കെയാ? 1 2 4 അല്ലേ. സോ അപ്പം x മൈനസ് ആൽഫ റൈസ് ടു 1 ഇൻറ്റു x മൈനസ് ആൽഫ റൈസ് ടു 2 ഇൻറ്റു x മൈനസ് ആൽഫ റൈസ് ടു 4. അതായത് ആൽഫയുടെ എക്സ്പോണൻസ് ആയിട്ട് വരുന്നത് ഈ സൈക്ലോട്ടോമിക് കോസെറ്റിലെ നമ്പേഴ്സ് ആണ്.
ഇങ്ങനെയാണ് m1 അതായത് ആൽഫ റൈസ് ടു 1ന്റെ മിനിമൽ പോളിനോമിയലാണ് m1 അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം വാട്ട് ഈസ് m2 എന്ന് പറഞ്ഞാൽ അത് 1 ഉള്ള കോസെറ്റിൽ തന്നെയാണ് 2ഉം കിടക്കുന്നത് അല്ലേ. അപ്പം അതുപോലെ തന്നെ സെയിം കോസെറ്റിലാണ് 4ഉം കിടക്കുന്നത്. സോ അപ്പം m2 എന്ന് പറയുന്നതും m4 എന്ന് പറയുന്നതും m1 ഈക്വൽ ആയിരിക്കും. അതായത് ഈ 3 മിനിമൽ പോളിനോമിയൽസും സെയിം ആയിരിക്കും. കാരണം 1, 2, 4 എന്ന് പറയുന്നത് സെയിം കോസെറ്റിലാണ് കിടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മൾ എങ്ങനെയാണ് മിനിമൽ പോളിനോമിയൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്താണ് സൈക്ലോട്ടോമിക് കോസെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ തിയറത്തിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നമ്മൾ ത്രൂ ഔട്ട് ഈ ഒരു കാര്യം അപ്ലൈ ചെയ്താണ്, ഈ തിയറം അപ്ലൈ ചെയ്താണ് മിനിമൽ പോളിനോമിയൽസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് തിരിയാം. mi(x)ന്റെ ഒരു റൂട്ടാണ് സപ്പോസ് ബീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തിയറം വെച്ച് നോക്കുവാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആൽഫ റൈസ് ടു ജെ ആയിരിക്കും അല്ലേ. ആൽഫ റൈസ് ടു ജെകളെല്ലാം FQ റൈസ് ടു എമ്മിനകത്തുണ്ടല്ലോ, കാരണം ആൽഫ ഒരു പ്രിമിറ്റീവ് എലമെന്റ് അല്ലേ. ഓക്കെ, അപ്പം mi(x)ന്റെ ഏത് ഒരു ആർബിട്രറി റൂട്ട് എടുത്താലും അത് ഈ ഫീൽഡ് FQ റൈസ് ടു എമ്മിനകത്തുണ്ട്. FQ റൈസ് ടു എമ്മിനകത്തുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. എങ്ങനെയാണ് അത് പറയുന്നത്, ബീറ്റ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന്? നമുക്ക് ഓൾറെഡി നമ്മളൊരു തിയറം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സപ്പോസ് എഫിൻ്റെ ഒരു ഫീൽഡ്, എഫിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സപ്പോസ് ഒരു n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫീൽഡിലെ ഏതൊരു എലമെന്റ് ബീറ്റ എടുത്താലും, ഫോർ ഓൾ ബീറ്റ ബിലോങ്സ് ടു ദിസ് ഫീൽഡ് എഫ്, നമുക്ക് പറയാം ബീറ്റ റൈസ് ടു n ഈക്വൽ ടു ബീറ്റ എന്ന് പറയാം. ഇങ്ങനെ ഒരു തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ. പ്രീവിയസ് ആയിട്ടുള്ള ഏതോ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫീൽഡിലെ ഏത് എലമെന്റ് എടുത്താലും ആ എലമെന്റ് റേസ്ഡ് ടു ദ പവർ ഓർഡർ ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് ആ എലമെന്റ് തന്നെ ആയിരിക്കും. ഇതിനെ നമുക്ക് ഒന്നും കൂടെ മാറ്റി എഴുതിയാൽ ബീറ്റ, ഈ ബീറ്റയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ ബീറ്റ റേസ് ടു n ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൂടെ. അതായത് ബീറ്റ റേസ് ടു n-1 എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞൂടെ. അപ്പൊ അതുപോലെ ഇവിടെ ഓർഡർ ഓഫ് ദ ഫീൽഡ് FQ റേസ് ടു m എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ആൾക്കാരുണ്ട്? Q റേസ് ടു m എലമെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം, ബീറ്റ റേസ് ടു ഓർഡർ എന്ന് പറയുന്നത് Q റേസ് ടു m ആണ്, -1 എന്ന് പറയുന്നത് 1 ആണെന്ന് പറയാം അല്ലേ. അപ്പൊ ഈ 1നെ ഇപ്പുറത്തോട്ട് ലെഫ്റ്റിലോട്ട് എടുത്ത് ബീറ്റ റേസ് ടു Q റേസ് ടു m -1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം mi(x)ന്റെ ഏത് റൂട്ട് എടുത്താലും അത് FQM എന്നുള്ള Q റേസ് ടു m എന്നുള്ള ഫീൽഡിലുണ്ട്. ആ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് ബീറ്റ സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ സെയിം തന്നെ ശരിയാണ്. നമ്മൾ ഈ ഒരു ആർഗ്യുമെന്റ് എടുത്താലും മതി. ഓക്കെ, സോ അപ്പം നമുക്ക് ഇങ്ങനെ വേറൊരു രീതിയിൽ പറയാം, Q റേസ് ടു m-1 എന്ന പോളിനോമിയലിന്റെ ഒരു റൂട്ടാണ് ബീറ്റ എന്ന് പറയാലോ. അതിന് വേറൊരു രീതിയിൽ പറയാം, ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടറാണ് x - ബീറ്റ എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പം അതായത് x - ബീറ്റ എന്ന് പറയുന്നത് ഈ x റേസ് ടു Q റേസ് ടു m-1 എന്ന് പറയുന്ന പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. എക്സ് റേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഒന്നാണ് മീനിങ് അല്ലേ. പക്ഷേ ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പേ കണ്ട തിയറത്തിൽ, ഈ തിയറത്തിൽ പറയാം 3.4.8 എന്ന് പറയുന്ന ഈ തിയറത്തിൽ പറയുന്നത് mi(x)ന്റെ ഫോം കണ്ടോ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് അല്ലേ. mi(x)ന് ഏതെങ്കിലും റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. അതായത് ഈ ഫാക്ടർ, അതായത് ഇവിടുത്തെ mi(x)ന്റെ റൂട്ട്സ് ആൽഫ ഉണ്ട്, ആൽഫ സ്ക്വയർ ഉണ്ട്, ആൽഫ റേസ് ടു 4 ഉണ്ട്.
എല്ലാം സിമ്പിൾ റൂട്ട്സ് ആണ്, ഒന്നുപോലും മൾട്ടിപ്പിൾ റൂട്ട്സ് അല്ല. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം MA(x)ന്റെ റൂട്ട്സ് എല്ലാം MA(x)ന് ഒരു മൾട്ടിപ്പിൾ റൂട്ട്സും ഇല്ല. അത് കാരണം നമുക്ക് പറയാം ഓരോ എക്സ് മൈനസ് ബീറ്റകളും, ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രറി റൂട്ട് ഓഫ് MA(x) ആണ്. ഓരോ എക്സ് മൈനസ് ബീറ്റകളും ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റും ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യും. അവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെയല്ലേ നമ്മൾ MA(x) എന്ന് എടുത്തത് അല്ലേ? നമ്മൾ ആ തിയറത്തിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഈ MA(x) is equal to this one, ഈ പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയത് MA(x)കള് ഈ I മുകളിലാണ് എഴുതേണ്ട, താഴെയല്ല. MA(x)കള് ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ LCM ഈ പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പറയാനുള്ള കാര്യം നമ്മൾ ഇനിയാണ് BCH കോഡ്സ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിന്റെ ഒരു ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ BCH കോഡ്സ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഒരു പ്രിമിറ്റീവ് BCH കോഡ്, അല്ലെങ്കിൽ സിംപ്ലി BCH കോഡ് ഓവർ F3 ഓഫ് ലെങ്ത്, ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക, Q⁻m−1 വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ. ഇതൊരു പുതിയ ഒരു ടേം ആണ്, ഡിസൈൻഡ് ഡിസ്റ്റൻസ്. ഒരു BCH കോഡ് വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ. ഇത് ഉദ്ദേശിക്കുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ക്യൂവറി സൈക്ലിക് കോഡാണ്. അതിന്റെ ജനറേറ്റർ ഈ തന്നിരിക്കുന്ന LCM ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ A എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട്, A എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ A എന്ത് ഇൻറ്റിജർ വേണേലും ആകാം. ഇനി A = 1 ആകുമ്പോൾ ഈ BCH കോഡിനെ നമ്മൾ സ്പെഷ്യൽ പേരും കൂടെ വിളിക്കും, നാരോ സെൻസ് BCH കോഡ് എന്ന് പറയും. നാരോ സെൻസ് BCH കോഡ്. ഇനി നമുക്ക് BCH കോഡ്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പം ഡെഫിനിഷൻ വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ അത് BCH കോഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു പ്രിമിറ്റീവ് എലമെന്റ് വേണം അല്ലേ? ഇവിടെ നമ്മൾ Q = 2 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ F2⁻m എന്ന് പറയുന്ന ഫീൽഡിൽ ഒരു പ്രിമിറ്റീവ് എലമെന്റ് ആണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഒരു നാരോ സെൻസ് ബൈനറി BCH കോഡ് വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് 2 is a cyclic code generated by അതിന്റെ ഡെഫിനിഷൻ എടുക്കുക. നാരോ സെൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇംപ്ലൈസ് നാരോ സെൻസ് ആണെങ്കിൽ A = 1 എന്നാണ്. അതുപോലെ ഡിസൈൻഡ് ഡിസ്റ്റൻസ് 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഡെൽറ്റ = 2 എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനറേറ്റർ G(x) എന്ന് പറയുന്നത് G(x) is equal to LCM of M. A എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പം M1(x), എവിടെ വരാ പോവേണ്ടത്? ഏറ്റവും ലാസ്റ്റത്തെ ആള് MA പ്ലസ് ഡെൽറ്റ -2 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ A പ്ലസ് ഡെൽറ്റ -2 എന്ന് പറയുന്നത് A1 ആണ്, ഡെൽറ്റ 2 ആണ്. സോ അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ അപ്പം M1(x) എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ G(x) എന്ന് പറഞ്ഞാൽ ഒരാളുടെ LCM പറഞ്ഞാൽ അയാൾ തന്നെയാണ് അല്ലെ, M1(x). ഓക്കെ, ഇനി പക്ഷേ ഈ നാരോ സെൻസ് ബൈനറി BCH കോഡ് വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് 2 എന്ന് പറയുന്നത് ഒരു ഹാമിംഗ് കോഡാണ്. ഓക്കെ, അത് പ്രൂവ് ചെയ്യാൻ നമ്മളൊരു റിസൾട്ട് ആണ് പ്രൂവ് ചെയ്യുന്നത്. അതായത് സൈക്ലിക് കോഡ് ഓഫ് ലെങ്ത് 2⁻m−1 with the minimal polynomial of a primitive element of F2⁻m as a generator polynomial is a binary Hamming code with the given parameters. ഈ പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്ന ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് പാരാമീറ്റേഴ്സ് ആയിട്ട് വരുന്ന ഹാമിംഗ് കോഡ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഒരു സൈക്ലിക് കോഡ് ലെങ്ത് എത്രയാണ്? 2⁻m−1. മിനിമൽ പോളിനോമിയൽ ആരാണ്? അല്ല, ജനറേറ്റർ പോളിനോമിയൽ ആരാണ്? ഈ കോഡിന്റെ ജനറേറ്റർ പോളിനോമിയൽ ആരാ? ഈ ഫീൽഡ് F2⁻mന്റെ ഒരു പ്രിമിറ്റീവ് എലമെന്റ് ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ ആണ് ഈ കോഡിന്റെ, സൈക്ലിക് കോഡിന്റെ ജനറേറ്റർ പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു ബൈനറി ഹാമിംഗ് കോഡായിരിക്കും. അതിന്റെ ലെങ്ത് 2⁻m−1 ക്ലിയർലി, പിന്നെ ഡയമെൻഷൻ 2⁻m−1 - m, ആൻഡ് മിനിമം ഡിസ്റ്റൻസ് 3.
ഈ ഒരു തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് എക്സാമ്പിളും അതുപോലെ തന്നെ അടുത്ത ഇനി വരാൻ പോകുന്ന സെക്കൻഡ് എക്സാമ്പിളിന് പ്രൂഫ് ആവും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. അതൊരു പ്രോബ്ലം ആണ്. നല്ല എളുപ്പത്തിൽ തന്നെ ഡയമെൻഷനും ലെങ്ത് ഒബ്വിയസ് ആണ്, ഡയമെൻഷനും നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടും. ഇനി ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് 3 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ പാരിറ്റി ചെക്ക് മെട്രിക്സ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യും, എന്നിട്ട് ആ മെട്രിക്സ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യും. പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കാര്യം കാണിച്ചാൽ മതി. ഇതിൽ നിന്നും H is a parity check matrix of C എന്ന് കിട്ടും. ഇനി ഈ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഏത് 2 കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് 3 കോളംസ്, ഈ U, V, U plus V, ഈ 3 കോളംസ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നും കിട്ടി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു തിയറം ഉണ്ടല്ലേ. എന്താണ്, ഒരു കോഡിന്റെ ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് D ആവണം എങ്കിൽ ഉള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ നമ്മൾ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സിന്റെ ഏത് D-1 കോളംസ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റും ആവണം. ആൻഡ് ദാറ്റ് മെട്രിക്സ്, ദാറ്റ് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഹാസ് D കോളംസ് വിച്ച് ആർ ലീനിയർലി ഡിപെൻഡന്റ്. ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള D കോളംസ് ഉണ്ടായിരിക്കാൻ വേണം. ഇവിടെ നമുക്ക് 2 കോളംസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ഏത് 2 കോളംസ് എടുത്താലും. അതുപോലെ തന്നെ ഈ മെട്രിക്സിന് ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു 3 കോളംസ് ഉണ്ട് താനും. ഓക്കെ, സോ അപ്പം D എന്തായിരിക്കും ഇവിടെ? 3 ആണ്. D of C equal to 3 ആണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം പ്രൂവ് ചെയ്യുന്നത്? ഇനി BCH കോഡ്സിന്റെ അടുത്തൊരു എക്സാമ്പിൾ ആണ്. ആൽഫ F8 ഒരു എലമെന്റ് ആണ്, ആൻഡ് ആൽഫ ഇസ് എ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ. ഇനി ഓവർ F2 ഈ പോളിനോമിയൽ എന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ആണ് അല്ലേ. റെഡ്യൂസിബിൾ ആണെന്ന് നോക്കാൻ എന്ത് ചെയ്യണം? F2 ആകെ 0യും 1ഉം അല്ലേ ഉള്ളൂ. അപ്പോൾ 0യും 1ഉം റൂട്ടായിട്ട് വരുന്നില്ല. ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് എന്തായാലും ഒരു സിമ്പിൾ റൂട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ അത് 0യും 1ഉം റൂട്ട് അല്ല. ദാറ്റ് മീൻസ് ദിസ് പോളിനോമിയൽ ഇസ് ഇറെഡ്യൂസിബിൾ ഓവർ F2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് ഏത് ഫീൽഡ് ആണെന്ന് പറയാം? 2 എന്ന് പറയുന്നത് F2ന്റെ 2 ആണ്. 2�3 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ ഡിഗ്രിയാണ് 3 ആയിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഇവിടുത്തെ 3. ഓക്കെ, അപ്പം F8ന്റെ ഒരു പ്രിമിറ്റീവ് എലമെന്റ് ആണ് ആൽഫ എന്ന് പറഞ്ഞു കിട്ടും. ഇനി M1 ഓഫ് എക്സും M2 ഓഫ് എക്സും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? സൈക്ലോട്ടോമിക് കോസെറ്റ് കണ്ടെയ്നിങ് 1 അല്ലെങ്കിൽ C1 എന്ന് പറയുന്നത് 1. ഇനി 1 × 2, ഇവിടെ Q എന്ന് പറയുന്നത് 2 ആണല്ലോ. സോ 1 × 2 2 × 2 4 4 × 2 8 ആണ്. 8 കോൺഗ്രന്റ് 1 മോഡ്. അപ്പം 1 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 1 മോഡ് 7. അപ്പം ഇതാണ് സൈക്ലോട്ടോമിക് കോസെറ്റ് കണ്ടെയ്നിങ് 1 എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സൈക്ലോട്ടോമിക് കോസെറ്റ് കണ്ടെയ്നിങ് C2 എന്ന് പറയുന്നത് അല്ലെ, C2 എന്ന് പറയുന്നത്. സോ അപ്പം M1 ഓഫ് എക്സ് എന്ന് പറയുന്നതും M2 ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അത് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്? നമ്മുടെ ഈ ഡെഫിനിഷൻ വെച്ച് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെ അത് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതേ ഉള്ളൂ. എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ റേസ് ടു 4. ആൽഫ എക്സ് മൈനസ് ആൽഫ റേസ് ടു 4 ഇതിനോട് ഈക്വൽ ആണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല M1 M2 ഒക്കെ. കാരണം M1 എന്ന് പറഞ്ഞാൽ ആൽഫയുടെ മിനിമൽ പോളിനോമിയലാണ്. ആൽഫ റൂട്ടായിട്ട് വരുന്ന റെഡ്യൂസിബിൾ പോളിനോമിയൽ ആരാണ്? ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ തന്നെ അല്ലേ, 1 + x + x³ എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ തന്നെ അല്ലേ. സോ അപ്പം ആൽഫയെ കണ്ടെയ്ൻ ചെയ്യുന്ന മിനിമൽ പോളിനോമിയൽ, ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് ഈ 1 + x + x³ തന്നെയാണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സാധാരണ ലോജിക്ക്, സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു നാരോ സെൻസ് എന്ന് പറഞ്ഞാൽ A = 1 ആണ്. ബൈനറി BCH കോഡ് ഓഫ് ലെങ്ത് 7 ജനറേറ്റഡ് ബൈ LCM ഓഫ് M1 of x M2 of x.
എം1 ഓഫ് എക്സ് എം2 ഓഫ് എക്സ് LCM എന്ന് പറയും. എം1 M2 സെയിം ആണ്. സോ LCM എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ ഈക്വൽ ടു 3. ഓക്കെ, ഈ കിട്ടുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ഒരു 7/4 കോഡാണ്. ഓഫ് കോഴ്സ് ഇതൊരു ബൈനറി 743 ഹാമിങ് കോഡാണ്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ട് കണ്ടാൽ മതി അല്ല. റിസൾട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അവിടുത്തെ ഡെൽറ്റ ഡിഫറെൻ്റ് ആണ് അല്ലേ, അതാണ് മാറ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ആൽഫ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിലെ സെയിം ആളാണ്. അതായത് 1 + x + x³ ഒരു റൂട്ടാണ് ആൽഫ എന്ന് പറയുന്നത്. അതായത് ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് F8 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ബൈനറി BCH കോഡ് ഓഫ് ലെങ്ത് 7 ആണ്. ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ 4 ആണ്. ജനറേറ്റഡ് ബൈ, ഇവിടെ ഇത് നാരോ സെൻസ് അല്ല, അപ്പൊ നമുക്ക് എ എത്രയാണെന്ന് അറിയത്തില്ല. സോ അപ്പൊ ജനറേറ്റർ എന്താണെന്ന് തന്നിരിക്കണം. അതാണ് ജനറേറ്റർ പോളിനോമിയൽ, ഇതാണ്. ഓക്കെ, ഇവിടെ M നോട്ട് ഓൾവേസ് M0 ഓഫ് x എല്ലായ്പ്പോഴും 1 + x ആയിരിക്കും. കാരണം എന്താ, 0യെ കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് എക്സൈസ് 0 കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് സൈക്ലോട്ടോമിക് കോസെറ്റ് എല്ലായ്പ്പോഴും സെറ്റ് 0 അല്ലേ. ഓക്കെ, ഇനി അതുപോലെ M0 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താ, M0 ഇസ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ആരുടെ, α⁴0 അല്ലേ. α⁴0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1ന്റെ മിനിമൽ പോളിനോമിയൽ ആണ്. അപ്പൊ 1 റൂട്ടായിട്ട് വരുന്ന പോളിനോമിയൽ ആണ്. ഇവിടെ 1 ഇട്ട് കൊടുത്ത് നോക്കിയേ, 1 + 1. ബൈനറിയിൽ അത് 0 ആണ്. ബൈനറിയിലാണ് M0 ഓഫ് x എല്ലായ്പ്പോഴും 1 + x ആവുന്നത് കേട്ടോ, അത് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇത് M0 ഓഫ് x ആണ്, 1 + x, ഇത് M0 ആണ്. ഓക്കെ, M1 M2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ് 1 + x + x³. അതിന്റെ LCM എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരും. അതെന്ന് പറഞ്ഞത് ഒരു ബൈനറി 7/3 സൈക്ലിക് കോഡാണ്. ആൻഡ് പക്ഷെ ഈ കോഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എക്സാമ്പിളിൽ കിട്ടിയ കോഡിന്റെ, അതായത് ഒരു ഹാമിങ് 743 കോഡ് കിട്ടിയില്ലേ, അതിന്റെ ഡ്യുവൽ കോഡാണ്. ഓക്കെ, അപ്പോൾ ഒന്നിന്റെ ഡ്യുവൽ കോഡാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം ആദ്യത്തെ കോഡിനെ രണ്ടാമത്തെ എക്സാമ്പിളിൽ കിട്ടിയ കോഡിനെ ഞാൻ C എന്നും മൂന്നാമത്തെ എക്സാമ്പിളിൽ കിട്ടിയ കോഡിനെ ഞാൻ D എന്നും ഡിനോട്ട് ചെയ്തെങ്കിൽ നമുക്ക് C/D ആണെന്നാണ് കാണിക്കേണ്ടത്. അത് കാണിക്കാൻ ഒരു കോഡിന്റെ ജനറേറ്റർ പോളിനോമിയൽ മറ്റേ കോഡിന്റെ പാരിറ്റി ചെക്ക് പോളിനോമിയൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ അല്ലെ. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതൊരു ഒരു പ്രോബ്ലം ആണ്, തന്നെ അത് നോക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. ബീറ്റ ബി എ റൂട്ട് ഓഫ് 1 + x + x² belongs to F2 of x. അങ്ങനെയാണെങ്കിൽ F2 ഓഫ് ബീറ്റ എന്തായിരിക്കും? ഈ F4 എങ്ങനെ, F4ലെ ഈ 4 എങ്ങനെയാ വന്നിരിക്കുന്ന? 4 എന്ന് പറഞ്ഞാൽ F2ലെ 2 ആണ് ബേസ് ആയിട്ട് എഴുതേണ്ടത്. ഇനി എക്സ്പോണന്റ് ആയിട്ട് എഴുതേണ്ടത് ഇറെഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി എത്ര? x². ഡിഗ്രി അപ്പൊ 2 അല്ലേ, ഹൈസ്റ്റ് ഡിഗ്രി x² ആണ്, ഇപ്പൊ ഡിഗ്രി 2 ആണ്. ആ 2 ആണ് എക്സ്പോണന്റ് ആയിട്ട് എഴുതാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ F4 കിട്ടിയത്. ഈ ആൽഫ എന്ന് പറയുന്നത് ഈ പോളിനോമിയലിന്റെ ഒരു റൂട്ടാണ്. അങ്ങനെയാണ് ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് എന്ത് കിട്ടും? ഈ 4 ബേസ് ആയിട്ട് എഴുതുക. ഇവിടത്തെ ഡിഗ്രി 2 ആണ്, ഇത് എക്സ്പോണന്റ് ആയിട്ട് എഴുതുക. ദാറ്റ് ഈസ് F16ന്റെ ഒരു പ്രിമിറ്റീവ് എലമെന്റ് ആണ് ആൽഫ. ഓക്കെ, പ്രിമിറ്റീവ് എലമെന്റ് ആണെന്ന് പറയാൻ കാര്യം ഇതെന്ന് ഈ പോളിനോമിയല് F4ല് റെഡ്യൂസിബിൾ ആണ്. റെഡ്യൂസിബിൾ ആവാനുള്ള കാരണം റൂട്ട്സ് ഒന്നുമില്ല, F4ല് റൂട്ട്സ് ഇല്ല, അതുകൊണ്ടാണ് റെഡ്യൂസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആൽഫ ഒരു റൂട്ടാണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെ. എക്സിന്റെ ബേസിൽ ആൽഫ കൊടുക്കുമ്പോൾ പോളിനോമിയൽ ഈക്വൽ ടു 0 ആവണം. അപ്പൊ അതിൽ നിന്നും എനിക്ക് α² ഈക്വൽ ടു α + β എന്ന് എഴുതാലോ. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണേ. നമ്മൾ ഇനി അടുത്ത സിംപ്ലിഫിക്കേഷനിലെല്ലാം ഇത് അപ്ലൈ ചെയ്യുന്നത് α² ഈക്വൽ ടു α + β. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഓർഡർ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ Q⁻².
എം മൈനസ് വൺ. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ആലോചിച്ചാൽ മതി, ഫീൽഡിൽ എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഫീൽഡിൽ 16 എലമെന്റ്സ് ഉള്ള ഫീൽഡാണ്. സോ അപ്പോൾ നോൺ സീറോ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 15 ആണ്. അതിൽ നിന്നൊന്ന് കുറച്ച് സീറോയുടെ എണ്ണം കുറച്ചാൽ പോരെ അല്ലേ? സീറോയെ ഒന്ന് മാറ്റിക്കളഞ്ഞാൽ ഒന്ന് കുറയ്ക്കണം, അപ്പോൾ 15 കിട്ടും. അപ്പോൾ ഓർഡർ ഓഫ് ആൽഫ എന്ന് പറയുന്നത് 15 ആണ് ഇവിടെ. ഇനി നാരോ സെൻസ് BCH കോഡ് ഞാൻ എടുക്കുവാണേ. എങ്ങനെയുള്ള BCH കോഡാ? നാരോ സെൻസ് ഫോററി BCH കോഡ് ഓഫ് ലെങ്ത് q raised to m-1 equal to 15 with the designed distance 4. ഓക്കെ, അതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറേറ്റർ പോളിനോമിയൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ബൈ ഡെഫിനിഷൻ? ഇവിടെ നാരോ സെൻസ് ആയതുകൊണ്ട് A1 ആണ്. സോ അപ്പം M1 ഓഫ് എക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ 4 ആണ്. സോ അപ്പം A പ്ലസ് ഡെൽറ്റ മൈനസ് 2 എന്ന് പറയുന്നത് A1 അല്ലേ, 1 പ്ലസ് 4 മൈനസ് 2 എന്ന് പറയുന്നത് എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ M3 ഓഫ് എക്സ് ആണ് ലാസ്റ്റത്തെ പോളിനോമിയൽ. അപ്പൊ ഈ ഇത്രയും മിനിമൽ പോളിനോമിയൽസിന്റെ LCM ആണ് നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലെ BCH കോഡിന്റെ ജനറേറ്റർ. ഓക്കെ, ഇനി M2 ഓഫ് എക്സ്, M3 ഓഫ് എക്സ്, M1 ഓഫ് എക്സ് എല്ലാം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മളത് LCM ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇനി MI ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സൈക്ലോട്ടോമിക് കോസെറ്റ്സ് കണ്ടുപിടിക്കണം. 1, 2, 3 കണ്ടെയ്ൻ ചെയ്യുന്ന സൈക്ലോട്ടോമിക് കോസെറ്റ്സ് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടുത്തെ Q എന്ന് പറയുന്നത് 4 BCH കോഡ്സ് അല്ലേ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ Q എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് CIA ഇൻ ജനറൽ സൈക്ലോട്ടോമിക് കോസെറ്റ് കണ്ടെയ്നിങ് IA നമുക്ക് I, അടുത്തത് എന്താ QI അല്ലെ, Q വെച്ച് മൾട്ടിപ്ലൈ ചെയ്തല്ലേ പോകുന്നത്. Q2I എക്സെട്ര ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. ഇതാണ് CI എന്ന് പറയുന്നത് ഇൻ ജനറൽ. സൈക്ലോട്ടോമിക് കോസെറ്റ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാം. MI ഓഫ് എക്സിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ CIയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ, ഇപ്പം ഇത് C1ൽ 2 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ M1 ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ M2 ഓഫ് എക്സും M8 ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആയിരിക്കും. അതുപോലെ M3 ഓഫ് എക്സിന്റെ ഡിഗ്രി 2 ആയിരിക്കും. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു MIs കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും കൂടെയാണ്. അപ്പോൾ നമ്മൾ M1 ഓഫ് എക്സ് ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം M1 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ എന്താ? ആൽഫയുടെ മിനിമൽ പോളിനോമിയൽ. ആൽഫ വെച്ച് റൂട്ടായിട്ട് വരുന്ന മിനിമൽ ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? ബീറ്റ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. സോ അപ്പോൾ അതായിരിക്കും M1 ഓഫ് എക്സും M4 ഓഫ് എക്സും. ഓക്കെ, M4 നമുക്ക് ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ജനറേറ്റർ പോളിനോമിയൽ നമുക്ക് M1, M2, M3 മതി. അപ്പോൾ ഇനി എടുത്ത് M2 ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ച് 2A കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റിനകത്ത് 2A2 ആവുള്ള. സോ അപ്പം M2 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ആൽഫ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ റേസ് ചെയ്യും. ഇതിന് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ആൽഫയുടെയും ബീറ്റയുടെയും പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തതെന്ന്. അതിനെ സിംപ്ലിഫൈ ചെയ്യുക, മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. അതുപോലെ M3 ഓഫ് എക്സും ഇതുപോലെ ആ തിയറത്തിൽ പറഞ്ഞ ഡെഫിനിഷൻ പോലെ ഇങ്ങനെ എഴുതുക. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഓക്കെ, സോ അപ്പം M1, M2, M3 കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ജനറേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കണം. ഇതിന്റെ LCM ആണ് ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പോളിനോമിയലിന്റെ LCM അതായത് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്ത് ലാസ്റ്റ് വരുമ്പം ഇതായിരിക്കും നമ്മൾ ഈ എക്സാമ്പിളിൽ പറഞ്ഞ BCH കോഡിന്റെ ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ പോളിനോമിയലാണ് ജനറേറ്റർ പോളിനോമിയൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഭാഗം അടുത്ത പോർഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.